കടതുള്ളാട്ടം കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ക്ഷമണോ എടാ പ്രശാന്ത്, എടാ ദിവാകര, എന്താ ഷിതിന് എഴുന്നേൽക്കടാ എന്റെ പൊന്നോ. ഫ്ലാഷിലിട്ടിട്ട് ഇങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ഇവന്മാരുടെ ബ്ലാങ്കറ്റും ഇതിൻ്റെ അകത്തോട്ട് ഒരു തരി ചൂട് പോലും എടുക്കുന്നില്ല. എൻ്റെ ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ഒരു തിക്നെസ് നോക്ക്. ഇത് കണ്ടോ, ഇന്നലെ മൊത്തം റൈഡിങ് കീഴിൽ അങ്ങനെ അങ്ങ് കിടന്ന് ഉറങ്ങിക്കുക എല്ലാരും. നല്ല തണുപ്പായിരുന്നു. പാൻറ് പോലും അയച്ചില്ല. റൈഡിങ് ഗിയർ അതേപോലെ ഇട്ട് അങ്ങ് കിടന്നു. സമയം 5:30 പോണു. പുറത്ത് അത്യാവശ്യം ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞു. ഇവിടെ എന്തായാലും ലൈറ്റ് പെട്ടെന്ന് വരുമല്ലോ. പുറത്തിറങ്ങി നോക്കട്ടെ. സൂര്യൻ ആ സൈഡിൽ നിന്നാണ് ഉദിച്ചിരുന്നത് തോന്നുന്നു. അവിടെ കുറച്ച് കളർഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇന്നിപ്പോൾ കുളി നനയൊന്നുമില്ല. റൈഡിങ് ഗേഴ്സ് പോലും ഊരിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരേ ചായയും കുടിച്ച് ഇവിടുന്ന് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തത് നേരെ മണാലിയാണ്. മണാലി ഏകദേശം 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇത്ര 100 സംതിങ് കിലോമീറ്റർ കസോളിലേക്കുണ്ട്. അപ്പോൾ കസോൾ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മണാലി പോയിട്ട് ഇപ്പോൾ എന്തായാലും കസോൾ കയറാമെന്ന് വിചാരിച്ച്. സ്പ്ലിറ്റിയുടെ വേറൊരു ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം എല്ലാം ക്ലോസ്ഡാണ്. അപ്പോൾ മണാലി കസോൾ സൈഡിലേക്ക് മാത്രം പോവാം. അപ്പോൾ കസോൾ പോയി പറ്റുകയാണെങ്കിൽ പാർവതി വാലി സൈഡിലേക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ അവിടേക്കും പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു റോഡിൻ്റെ അവസ്ഥ. നൈറ്റ് ആയ കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര ഇതും ഈ വരുന്ന വഴിക്കെല്ലാം അവർ റോഡ് മൊത്തം ഇങ്ങനെ എന്താ പറയുക, റോഡ് മൊത്തം ഒലിച്ചു പോയിട്ടുണ്ട് പല സ്ഥലത്തും. എന്നിട്ട് ഇപ്പോൾ ആകെ കല്ലും മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ JCB ഞങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വഴിയൊക്കെ വരാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഒരു 2-3 ദിവസം മുന്നേ വരെ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ഇപ്പോൾ ഈ റോഡ് തുറന്നു കൊടുത്തത്. ഇനി മരം കുത്തിപ്പോക്കട്ടെ, അല്ലെങ്കിൽ ഇവന്മാർ ഇടോ നേരം വെളുത്തടോ, എഴുന്നേൽക്കടോ, ഇടോ പൊങ്ങടോ ക്ഷമണ്ണോ. ഇതിന് എഴുന്നേറ്റു. ഇത് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ അല്ലേ, ലൈറ്റില്ല. എഴുന്നേൽക്കുക, ഓരോ കട്ടറടിക്കുക, വിടുക. ഈ ചെങ്ങായാണ് എഴുന്നേൽക്കാത്ത. എഴുന്നേൽക്കണോ എന്റെ പൊന്നടാവേ, ഫുള്ള് അതേപോലെ തന്നെ കടുപ്പ. ബാപ്പൂപ്പശാം കട്ടറടിച്ചേക്കാം. തുറന്നുണ്ട്. പറഞ്ഞോ. ഇവരൊക്കെ ഞങ്ങള് കുത്തിപ്പോക്കി. ഇവിടെയൊന്നും വൈദ്യുതി വന്നിട്ടില്ല കേട്ടോ. മൊത്തം സോളാറിന്റെ സെറ്റപ്പാണ്. ഓരോ കടകളിലും ഇതുമേലെ കണ്ടോ, സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവരിവിടെ ലൈറ്റും ഇതൊക്കെ
ഓൺ ചെയ്യുന്നത്. ഇത് അവിടെ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ. ഈ ഭാഗത്തേക്ക് കറണ്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കൂടുതലും ട്രക്കുകളൊക്കെയാണ്. കച്ചിലി വഴി കൂടുതലും ട്രക്കുകളാണല്ലോ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞങ്ങളെ പോലത്തെ റൈഡേഴ്സും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സർച്ചുവിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇത് കുറേ മല്ലൂർ റൈഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. മല്ലൂർ റൈഡേഴ്സ് ഞങ്ങളതിന് ഒരുമിച്ചാണ് ഇപ്പോൾ മണാലി വരെ യാത്ര. ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ടാക്കി സർച്ചുന്ന് വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ മണാലി 220 സംതിങ് കിലോമീറ്റർ. അവിടെ ചെന്നിട്ട് മണാലി ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ മണാലിയിൽ സ്റ്റേ ചെയ്യും. അവിടെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സൈറ്റ് സീയിങ് സ്പോട്ടുകളൊക്കെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ കസോൾ വിടും. വെൽക്കം ടു സർച്ചു. താങ്ക്സ് ഫോർ വിസിറ്റ്. ഇവിടെ സർച്ചുന്ന് എക്സ്റ്റീമുള്ളൊരു എൻട്രി പോയിന്റ് ആണ് ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കും. നമുക്ക് പോവാം. കിട്ടോ സൈഡ് കിട്ടോ. നിർത്തിക്കോട്ടെ. ഈ ഗ്യാപ്പിലൂടെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് കയറ്റിട്ടാലേ കയറ്റി. ഒരു ഇതുണ്ടാവുന്നു. സാധാരണ മനോഭാവമില്ലല്ലോ. താങ്ക് യു. പോകാൻ പറ്റില്ല, അപ്പുറത്തില്ല. ഒരു പോയിന്റ് ശേഷം വേണ്ട വെയിറ്റ് ചെയ്ത് ജാഗന്നെ റിസ്ക് എടുക്കണ്ട. ശ്വാസം സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഒരു കാര്യമുണ്ട്. ആളെയും കൂടെ വെച്ചിട്ടേ വെയിറ്റും എന്റെ വണ്ടി തെരുവിളിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ എൻട്രി പോയിന്റ് ആണ് ഇവിടെ കേട്ടോ. ഹിമാചൽ പ്രദേശ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഹിമാചൽ പ്രദേശിന്റെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാ ഞങ്ങൾ
ഹിമാചൽ പ്രദേശിലേക്ക് എൻട്രി ചെയ്യുകയാണ്. യാ വെൽക്കം ടു ഹിമാചൽ പ്രദേശ്. പൊളി പൊളി പൊളി. ഹിമാചലിലേക്ക് എൻട്രി ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റോഡ് കാണാമെന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതുവരെ കട്ട ഓഫ് റോഡായിരുന്നു. ഒരു രക്ഷയില്ലാത്ത 60 കിലോമീറ്ററോളം ഇങ്ങനെ ഓഫ് റോഡ്. അതൊരു രാത്രിയിൽ പറയും വേണ്ട, ഊപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇത് ഇവിടെയൊക്കെയാണ് ഫുള്ള് ടെൻറ്റ് സ്റ്റേ സെറ്റപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഇവിടെ അതൊരു മിലിറ്ററിയുടെ ക്യാമ്പാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഈ ടെൻ്റ് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതേ ഇവിടെയൊക്കെ ഉണ്ട്. ആ ടെൻറ്റിൻ്റെ ബാക്കിലൊരു കിടങ്ങ് പോലുള്ളൊരു സ്ഥലം കാണുന്നുണ്ടോ? അതിൻ്റെ അടിയിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാനത് ലാസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒരു ടെൻറ്റ് ഹൗസിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കുറച്ച് കൊളീഗ്സ് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ അന്ന് അത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഗ്രാൻഡ് കാനിയനൊക്കെ പോലുള്ള ഒരു സ്ട്രക്ചറാണ് ആ കിടങ്ങിന്. ഇത് ഇവിടെ എവിടെയോ ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്ന് താമസിച്ചത്. കറക്റ്റ് ഓർമ്മയില്ല. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു ലുക്ക് കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഇതെവിടെയൊക്കെ കണ്ട റോഡിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒരുപാട് ടെൻറ്റ് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ടെൻറ്റ് സ്റ്റേ ഓപ്ഷൻസ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ സർച്ചൂൽ സ്റ്റേ ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒന്നിപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത് വരുന്നു ഇവിടെ. പക്ഷെ ഇപ്പം നമ്മൾ ഫാമിലി ലേഡീസ് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ഹൈജീനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കായിരിക്കും നല്ലത്. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. 1000 മുതൽ 1500 രൂപയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് പോലെ കുറച്ച് ബഡ്ജറ്റഡ് സ്റ്റേ ആക്കണം നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതാകുമ്പോൾ ഒരു 200 രൂപ 250 രൂപ കൊണ്ട് കാര്യം കഴിയും. ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അവർ 200 രൂപയൊക്കെ അത്ര അവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹിമാചൽ പ്രദേശിലോട്ട് എൻട്രി ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കണ്ടീഷൻ ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത റോഡ് കാണുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങൾ അന്ന് പോയത് റോത്താങ് പാസ് വഴിയായിരുന്നു. റോത്താങ് പാസ് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അട്ടൽ ടണൽ വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് റോത്താങ് പാസ് കയറേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ റോഡിൻ്റെ എത്രത്തോളം റോഡ് കണ്ടീഷൻ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നല്ല കിടിലൻ റോഡാണ്, ഒരു രക്ഷയില്ല. പല സ്ഥലത്തും അവർ റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒന്നുകൂടി പാച്ച് വർക്കൊക്കെ ചെയ്ത് കാണാണ്ട്. റോഡിൻ്റെ സൈഡിലൊക്കെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് മാറ്റിയിട്ടുള്ള മണ്ണാണോ എന്താണെന്ന് അറിയില്ല. അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡിലൂടെ നല്ലൊരു കിടിലൻ നദി ഒഴുകി പോകുന്നു. നേരെ ഫ്രണ്ടിൽ മലകൾ, അതിൻ്റെ മേലെ സ്നോ ക്യാപ്പ്. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് കേട്ടോ, അടിപൊളി. ഇത് ഇവിടെയും ചില ദാബ സെറ്റപ്പ്, ചെറിയ സ്റ്റേ സെറ്റപ്പ്. ഞങ്ങൾ അവിടെ താമസിച്ച പോലത്തെ ഒരു സെറ്റപ്പാണ് തോന്നുന്നത് അവിടെയാണ് കണ്ടത്. ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഒരു സ്ഥലം. ഇതന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് വെച്ചെങ്കിൽ ഇവിടെ വെള്ളം ഫുള്ളുണ്ടായിരുന്നു. ഇതൊരു ചെറിയൊരു ലേക്കാണത്. വെള്ളം ഫുള്ളെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ബ്ലൂയിഷ് ആയിട്ടുള്ള വെള്ളം നിറഞ്ഞു നിൽക്കും ഇവിടെ. ഇപ്പോൾ നമ്മുടെ പാങ്കോങ്ങിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരെങ്കിൽ അവരുടെ ഫോട്ടോ കണ്ട ആൾക്കാർക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. പിന്നെ ബ്ലൂയിഷ് ആയിട്ടുള്ള കുഞ്ഞൊരു പാങ്കോങ് ലേക്കിൻ്റെ പോലുള്ളൊരു സ്ട്രക്ചറായിരുന്നു അവിടെ. വെള്ളം ഫുള്ള് നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാം. ഇത് റോഡ് മാറിയാലോ, വീണ്ടും ഓഫ് റോഡായിട്ടാ. ഇവിടെ ഒന്നും റോഡില്ല, മൊത്തം പൊളിഞ്ഞെടുക്കുകയാണ്. ഇതൊരു വലിയൊരു സ്ട്രെച്ച് ഉണ്ടല്ലോ ഇവിടെ. ഞാനിവിടെ ഇറങ്ങി നടക്കുകയാണ്. കരച്ചിൽ പിലിയനെ വെച്ചിട്ട് ഇതിലൂടെ അങ്ങോട്ട് വണ്ടി വലിക്കൂല. പ്രശാന്തും ഇറങ്ങി ഓൾറെഡി നടന്നു. കരച്ചിൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ടല്ല സംഭവം, വെള്ളം കുറച്ചുള്ളൂ. പക്ഷേ ചില ഉരുളൻ കല്ലുകളാണ്
ഈ ഉരുളൻകല്ലുകളുടെ ഇടയിൽ പോയിട്ട് ടയർ അങ്ങ് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആരേലും ഇറങ്ങി അങ്ങോട്ട് ഉന്തണം. നമ്മുടെ ഷൂവിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് പിന്നെ തണുത്ത് മരവിച്ചിട്ട് വേണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. ഓക്കെ ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ അവൻ ഒരു കയറി പോയിട്ടുണ്ട്. ഞാനെന്തായാലും സൈഡിലൂടെ പോട്ടെ. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് നിർത്തിയോ? ഇവിടെ വന്നിരിപ്പാ ഇവരൊക്കെ. ഓ ഷമണിന്റെ പ്രഷർ അടിച്ചോ? നൈസ് വ്യൂ കേട്ടോ. ഇവിടെ ബ്ലോക്കായി. മിലിറ്ററി ട്രക്കും അതുപോലെ നമ്മുടെ ലോറികളും വന്ന് സ്റ്റക്കായി. ഇവിടെ ആരൊക്കെ ബാക്ക് എടുക്കുന്നുണ്ടോ അല്ലേ? ഇത് കുറെ നേരം ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഞാൻ വിചാരിച്ചു നീങ്ങുന്നുണ്ട്. ഇവിടെ വാട്ടർ ക്രോസിംഗ്. പിടിച്ചോ. പല സ്ഥലത്തും പിലിയനെ വെച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എളുപ്പമല്ല. ഇവിടെയുള്ള കല്ലുകളാണ്. അപ്പോൾ കല്ലുകളിൽ കയറിയിട്ട് വണ്ടി തെന്നോ. ഷാമണ്ണവിടെ വെയിറ്റിംഗ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ തന്നെയാണ് എത്തണ വരെ. കുറച്ച് ഇതുപോലുള്ള ചെറിയൊരു സ്ട്രെച്ച് ടാർ റോഡ് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നല്ല കട്ട് ഓഫ്. അങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ. ഇതേ ഇവിടെ അടിപൊളി ഒരു ലേക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ. അടിപൊളി, നല്ല രസമുണ്ട് കാണാല്ലേ. ഒരു കുറെ മൺകൂനകൾക്കിടയിലൊരു ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു റോഡ്. ഭയങ്കര റഷ് കിട്ടോ. ഞങ്ങള് സ്റ്റാർട്ടിങ് മുതലേ റോഡ് ഭയങ്കര റഷ് പോലെ. ഒരുപാട് വണ്ടികൾ, പ്രത്യേകിച്ചും ഈ ട്രക്കുകൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഒന്നില്ലെങ്കിൽ എന്താ റോഡിലൂടെ അധികം സ്പീഡിൽ പോകാൻ പറ്റൂല. അപ്പോൾ അതിനിടയ്ക്ക് ഈ ട്രക്കുകൾ വന്നിട്ട് ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുള്ള ഒരു ലേക്ക് ഇട്ടാ. നല്ല ബ്ലൂയിഷ് വെള്ളം കണ്ടില്ലേ. ഇതെല്ലാം ആ മേലെ കാണുന്ന മഞ്ഞുരുക്കി വന്നിട്ട് കളക്ട് ആയിട്ട് ഉണ്ടാവുന്ന ലേക്കാണ് കേട്ടോ. ഒരു തരി ഗ്യാപ്പ് പോലും ഇല്ല. ഇവന്മാരുടെ പിന്നിലിങ്ങനെ പതുക്കെ 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 പോയിക്കൊണ്ടിരിക്കണം. വേറൊരു
കാരണം തീരെ പല സ്ഥലത്തും ഇവിടെ മാത്രമേ ഇത് കണ്ടില്ലേ, റോഡിൻ്റെ തീരെ വീതി പറഞ്ഞ സംഭവമില്ല. അതുമാത്രമല്ല ഇതേപോലുള്ള ഉരുളൻ കല്ലുകളും. അപ്പോൾ നമ്മളിനിപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുമ്പോൾ നമ്മളൊരു സൈഡ് കൊടുക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഉരുളൻ കല്ലുകളൊക്കെ തെന്നിയിട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനെ അവിടുന്ന് വല്ല ട്രക്കൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്ത് കൊടുക്കുക. അവന്മാർ പോയതിന് ശേഷം മാത്രം മൂവ് ചെയ്താൽ മതി. കാരണം അവന്മാർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നമ്മൾ പിന്നെ താഴെ എടുക്കും. ഇത് ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൽ എപ്പോഴും പണി നടന്നുകൊണ്ടേ ഇരിക്കും. ആക്ച്വലി ഈ റോഡൊന്നും ഒരിക്കലും ശാശ്വതമല്ല. ഒരിക്കലും ഇതൊന്നും അത് ശാശ്വതമായി ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മഞ്ഞ് ഉരുകിയിട്ട് വെള്ളം ഒഴുകിയിട്ടും അതുപോലെ ലാൻഡ് സ്ലൈഡായിട്ടൊക്കെ റോഡ് തകർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആകെ ഒരു ഓപ്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുക. അത് മാത്രമേ ഈ റോഡിലൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ടാണ്. എന്നാലും ഇവന്മാരനെ സമ്മതിക്കണം, ഈ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷനെ സമ്മതിക്കണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ഈ റോഡ് ഇവിടെ നിലനിർത്തുന്നുണ്ടല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റിലുള്ള ലോങ് സ്ട്രെച്ച്, ഹൈറ്റിൽ മീൻസ് ഏറ്റവും ലോങ് സ്ട്രെച്ചായിട്ട് റോഡുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഈ ലേ ലഡാക്ക് സ്ട്രെച്ച്. അതുകൊണ്ട് ഇവന്മാരനെ സംബന്ധിച്ചേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും റോഡുകൾ അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. സർച്ചൂന്ന് 177 കിലോമീറ്ററാണ് മണാലിക്ക് ഇപ്പോഴുള്ള ദൂരം. ഇപ്പോഴുള്ള ദൂരം എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ 230 കിലോമീറ്റർ ആയിരുന്നു നമുക്ക് സർച്ചൂന്ന് മണാലി എത്താൻ വേണ്ടിയിരുന്നത്. ഇപ്പോൾ അട്ടൽ ടണൽ വന്നതിന് ശേഷം ഏകദേശം 55-57 കിലോമീറ്ററോളം ഇപ്പോൾ നമുക്ക് കുറഞ്ഞ് കിട്ടി. ഇപ്പോൾ റോത്താങ് പാസ് വഴി പോകേണ്ട ആവശ്യമില്ല. റോത്താങ് പാസ് വഴി പോകുമ്പോഴായിരുന്നു 230 കിലോമീറ്റർ മണാലിക്ക് എടുത്തിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു 177 കിലോമീറ്റർ കൊണ്ട് നമുക്ക് മണാലിയിലെത്താം. പക്ഷേ ആ റോത്താങ് പാസ് എന്നുള്ളത് അതൊരു സംഭവമാണ് കേട്ടോ. ഒരു നമ്മൾ കർദുങ്കല കയറിയ പോലെ റോത്താങ് പാസ് ഒരു രക്ഷയില്ലാത്ത വ്യൂസുള്ളൊരു വഴിയാണ്. പക്ഷെ അതിപ്പോൾ സഞ്ചാരികൾക്ക് മിസ്സായി. പക്ഷെ ഇപ്പോഴും ആ റോഡ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ വഴിക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ ഇപ്പോഴും ചരക്ക് വണ്ടികളൊന്നും ഇപ്പോൾ ആ വഴി വരുന്നില്ല, ഒക്കെ ടണൽ വഴിയാണ് വരുന്നത്. അപ്പം ഞങ്ങളും പോകുന്നതും ടണൽ വഴി തന്നെയാണ് പോകുന്നത്. കേരള ബോസൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. എൻ്റെ ക്ലച്ച് കേബിൾ പോട്ടെ. സ്റ്റോക്ക് ഉണ്ടായിരുന്നു അല്ലേ? സെറ്റപ്പ്. വാശാമണ്ണ എന്തായാലും കഴിക്കാം. അതെ, വെള്ളം വേണം. വെള്ളം ഇവിടെ ഉണ്ടാവും. സൂപ്പർ. How was the ride? Awesome. Adventurous. എന്താ ഇവിടെ കഴിക്കാൻ? ഇപ്പോൾ അവിടെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ. സിംഗ്സർബർഗ് ഫർഹദ് ഡബ ബെഡ് അവൈലബിൾ. നൈറ്റ് സ്റ്റേ. എന്നാ പറഞ്ഞേ? ₹10 വെള്ളം മേടിക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾ അവിടെ താമസിച്ച പോലുള്ള ഒരു നൈറ്റ് സ്റ്റേ. ഡോർമെറ്ററി ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഇതിൽ ഓരോ ബെഡ് സ്പേസ് എല്ലാവർക്കും കൂട്ടം കൂടി കിടക്കാം. 1, 2 എന്തായാലും 10-15 ആൾക്കാർക്ക് കിടക്കട്ടോ. അവിടെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കിടന്ന് എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ. ബെഡ് സ്പേസിന്റെ കാശ് കൊടുക്കണം. ബോട്ട് നനഞ്ഞു അല്ലേ?
ഇതിനാണ് വാട്ടർ പ്രൂഫ് ബോട്ട് വാങ്ങണം എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും നല്ല വ്യൂസ് ആണ് കേട്ടോ. അതാണ് ഒരു ഫോട്ടോ എടുത്ത് മരിക്കും. പക്ഷെ ഇത് എടുത്തിട്ടൊക്കെ ഇപ്പൊ എവിടെ ഇടും എന്നുള്ളതാണ്. മാക്സിമം ഇടുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ. ഇവിടെ ദീദി അടുക്കളയിലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നോക്കിയേക്കാം. മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് ഓംലേറ്റിനുള്ള മുട്ടയൊക്കെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ഇവിടെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലം മുതലുള്ള ഈ ഒരു ഏരിയക്ക് പറയുന്നത് ഡർച്ച എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ സെർച്ച് ഒന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 75 കിലോമീറ്ററോളം കഴിഞ്ഞു. ഇനിയൊരു 100 കിലോമീറ്ററോളമാണ് മണാലിക്ക് എത്താനുണ്ട് വേണ്ടത്. അതിൽ തന്നെ ഒരു 60 കിലോമീറ്ററോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അട്ടൽ ടണൽ സ്റ്റാർട്ടാകും. പിന്നെ കുറേ ദൂരങ്ങൾ അട്ടൽ ടണലിലൂടെയാണ് യാത്ര ഉണ്ടാവുക. അപ്പോൾ ഇത് ഡർച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു മെയിനായിട്ടുള്ളൊരു സ്ഥലം വരുന്നത് ജിസ്പയാണ്. ജിസ്പ കഴിഞ്ഞാൽ കേലോങ്, അങ്ങനെ അങ്ങ് മണാലി എത്തും. ഇതിവിടെ എല്ലാം ലാൻഡ് സ്ലൈഡ് വന്ന് റോഡൊക്കെ വലിച്ചു പോയിക്കുന്നേ. ഇവിടെ ഫുള്ള് വെറും കല്ലുകൾ മാത്രമേ പൊങ്ങി നിൽക്കുന്നുള്ളൂ. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അത് വഴിമാറും. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. അങ്ങനെ ഞങ്ങൾ ഡർച്ച എക്സിറ്റ് ചെക്ക് പോസ്റ്റിലെത്തിട്ടോ. ഇവിടെയും ഓരോ ചെക്ക് പോസ്റ്റിലും ഇതേപോലെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വേണം പോവാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ജിസ്പ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിസ്പ എന്നുള്ളത് ഹിമാചൽ പ്രദേശിലെ ഒരു ഓഫീറ്റ് ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത മണാലി ലേ റൂട്ടിൽ ആളുകൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് ജിസ്പ. ഇവിടെ സ്റ്റേ ഫെസിലിറ്റീസ് പറഞ്ഞാൽ ലോഡ്ജുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് ടെൻറ്റ് ക്യാമ്പിംഗ് ഫെസിലിറ്റികൾ അവൈലബിൾ ആണ് ജിസ്പയിൽ. ജിസ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്ഥലം വരുന്നത് കേലോങ് ആണ്. കേലോങ് കഴിഞ്ഞാൽ പിന്നെ തണ്ടി. ഈ തണ്ടിയിലാണ് ആകെ ഈ പ്രദേശത്തെ ആകെ ഒരു പെട്രോൾ പമ്പ് ഉള്ള സ്ഥലം. അപ്പോൾ ഇതാണ് ഇപ്പോൾ
ഇവിടുന്ന് വരുമ്പോൾ മണാലി റോഡിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 365 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പമ്പ്. അതുകൊണ്ട് ഇവിടുന്ന് ഫില്ല് ചെയ്യുക, പിന്നെ ക്യാനിലേതെങ്കിലും വാങ്ങി പോവുക. മൈലേജ് കുറവുള്ള വണ്ടികളാണെങ്കിൽ അതെന്തായാലും വേണ്ടി വരും. ഇപ്പോൾ പുള്ളിക്കാരൊക്കെ കേട്ടോ ക്യാനൊക്കെ ഇത് ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഏകദേശം അട്ടർ ടണലിൻ്റെ അടുത്തേക്ക് എത്താനായി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളെന്ന് തോന്നുന്നു. ശ്യാമണ്ണി മുഖം കഴുകാൻ വേണ്ടി നിർത്തിയതാ, ഉറക്കം വന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് അട്ടൽ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു അട്ടൽ ടണലിൻ്റെ എൻട്രി പോയിന്റ്. റോത്താങ് എന്നുള്ളൊരു ഹിമാചൽ പ്രദേശിലെ ഒരു പ്രദേശത്ത് കൂടെയാണ് ഈ അട്ടൽ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് അട്ടൽ ടണൽ. ശരിക്കും നല്ല 2 വരി പാതയിൽ കിലോമീറ്ററുകളോളം, ഏകദേശം 9.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. 9.5 കിലോമീറ്റർ ലെങ്ത്തും അതുപോലെ 8 മീറ്റർ വീതിയിലുമാണ് ഈ അട്ടൽ ടണൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അട്ടൽ ടണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏകദേശം 18 വർഷങ്ങൾക്ക് മുന്നേ അത്ര ഇതിൻ്റെ തറക്കല്ലിട്ടത്. ഈ അടുത്ത കാലത്താണ് ഈ സംഭവം ഇപ്പോൾ ഓപ്പൺ ആക്കിയത്. 9.5 കിലോമീറ്റർ ദൂരമാണ് ഈ അട്ടൽ ടണൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിലും, അതായത് ഏകദേശം 50-55 കിലോമീറ്ററാണ് ഈ ഒരൊറ്റ ഈ 10 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ലാഭമായിട്ട് മാറുന്നത്. ഈ 50 കിലോമീറ്റർ എന്നുള്ളതല്ല, ഏകദേശം 4 മണിക്കൂറാണ് നമുക്ക് കുറഞ്ഞ് കിട്ടുക. ഇപ്പോൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മുന്നത്തേക്കാളും 4 മണിക്കൂർ കുറഞ്ഞിട്ട് കിട്ടും. അതാണ് ഈ ടണലിൻ്റെ ഏറ്റവും പ്രാധാന്യം. അട്ടൽ ടണലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച, ഇതൊക്കെ വണ്ടികളെ ഉള്ളിലോട്ട് എൻട്രി ഉള്ളതാണ്. ഞങ്ങളവിടുന്ന് എക്സിറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്, ആ സൈഡിൽ നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. അതല്ലേ എന്നാ വ്യൂ നോക്കുക, അതിൻ്റെ മേലൊക്കെ കാണാൻ രക്ഷയില്ലാത്ത വ്യൂസ്. അട്ടൽ ടണൽ. ഈ ടണലിലോട്ടുള്ള വഴി അടിപൊളി സീനിക്ക് വഴിയാട്ടോ. ഇതൊക്കെ സോളങ് വാലിയാണ്. സോളങ് വാലി എന്നുള്ള പ്രദേശമാണ് ഇത്. ഇവിടെയൊക്കെ ഈ സോളങ് വാലി, ഇവിടെ പാരാഗ്ലൈഡിങ്ങിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സോളങ് വാലി. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അതുപോലെ മൗണ്ടൻ ബൈക്കിംഗ് ഒക്കെ ഇവിടെ അതിനുള്ളൊരു ഇതാണ് ഈ സോളങ് വാലി എന്നുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ മണാലിയിലെത്തിയിട്ടോ. ഇത് മണാലി ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ടൗണിലൂടെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്താണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മണാലിയിലെത്തിയിട്ടാ.
ഇവിടെ എവിടെയാണ് സ്റ്റേ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അത് തപ്പണം. എടാ നല്ല ആപ്പിൾ നിൽക്കുന്നുണ്ടോ? കുറച്ച് ആപ്പിൾ പറിച്ചു. ഇതെല്ലാം നല്ല ചുവന്ന് തൊടുത്തിട്ട് ആപ്പിളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ? ആഹാ, ശ്യാമണ്ണന്റെ ഫോണിലാണ് നമ്മുടെ ഹോട്ടലുകാരൻ്റെ നമ്പർ. ശ്യാമണ്ണൻ്റെ ഫോൺ ഓഫായി. ശ്യാമണ്ണൻ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ആഹാ, ഇവിടെ ഏതാ ആപ്പിളിൻ്റെ വലിയ മരം. ഞങ്ങൾ അവിടെ കണ്ട ആപ്പിൾ പോലെ അല്ല കേട്ടോ, അവിടെ നല്ല വലിയ ആപ്പിള് കണ്ടോ, സൂപ്പർ. മണാലിയിൽ നല്ല കിടിലം മഴയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഈ മഴയുടെ മുന്നേ ഞങ്ങൾ ഇവിടെ എത്തി. എല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടുപോയേനെ ആ ചുരത്തിന്റെ മേലെ. മഴ പെയ്ത ഷുവറാണ് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്. ഈ ഹോട്ടലിന്റെ എൻട്രൻസ് കേട്ടോ, നേരത്തെ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല കയറി വരുമ്പോ. ഇപ്പൊ നല്ല പുറത്ത് നല്ല മഴ കേട്ടോ, നല്ല മഴയാണ്. നമ്മുടെ മലയാളീസ് ടീംസാണ് ഇത് നടത്തുന്നത്. നല്ല വ്യൂസ് ആണ് ഇവിടുന്ന് കണ്ടില്ലേ, അടിപൊളി വ്യൂ. അയ്യോ, ഫുള്ള് ഫോഗ് വന്ന് മൂടിട്ടോ. എന്തായാലും ഇപ്പൊ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പോ റൂമിനകത്തിരുന്നിട്ട് തന്നെയാണ് ഇപ്പൊ മൊത്തം ഷൂട്ടിങ്. ഫുള്ള് ഫോഗ് വന്ന് മൂടി. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഒന്ന് കുറഞ്ഞു, പക്ഷെ മഴ കുറഞ്ഞപ്പോ ഇതാണ് അവസ്ഥ, ഫുള്ള് ഫോഗ്. അപ്പൊ മക്കളെ, ഇന്ന് റൂമിൽ തന്നെ, ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് കണ്ടില്ല അവസ്ഥ. അപ്പൊ നാളെ മണാലിനെ തുടരേണ്ടി വരും, ഇവിടുത്തെ മണാലിത്തെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോ അവസ്ഥ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇന്ന് റെസ്റ്റ് ഡേ ആണ്. മണാലി എത്തി, ഫുള്ള് റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. സമയം ഏകദേശം 5:30-6 മണി ആവാനായി. പക്ഷെ ഇവിടെ ലൈറ്റ് പോകാൻ 7:30 ആവുണ്ടായിരുന്നു. പക്ഷെ കാര്യമില്ല, ഇനിയിപ്പോടെ അപ്പൊ ഇന്ന് റെസ്റ്റ് അല്ലേ? ഇന്ന് റെസ്റ്റ്. ഇന്ന് എല്ലാരും നന്നായി കിടന്ന് ഉറങ്ങിക്കോളെ. നമുക്ക് നാളെ ശ്യാമണനെ അപ്പുറത്തെ റൂമിലേക്ക് തട്ടാം. ശ്യാമണനെ അപ്പുറത്ത് തട്ടിക്കോ അല്ലേ? അപ്പൊ ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. നമുക്കൊന്നുമില്ല. ബൈ ബൈ.